ഈ ഇത് കണ്ടോ, ഇതൊക്കെ ഒന്ന് നൈസായിട്ട് പേപ്പർ പിടിച്ചൊന്നും അങ്ങനെ ലാസ്റ്റത്തെ അലോയി അടിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് പെയിൻറ്റ് വേണ്ടത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് നമ്മളൊരു സ്വിഫ്റ്റ് എടുത്തായിരുന്നു. അപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഒന്ന് അലോയി ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോകാം. നമ്മൾ പെയിൻറ്റ് മേടിച്ചായിരുന്നു ഗൈസ്. സിൽവർ ഡീ കളർ തന്നെ ഷെയ്ഡ് തന്നെ ഒരു പെയിൻറ്റ് മേടിച്ചായിരുന്നു. അതൊന്ന് അലോയി അടിച്ച് കാലിബർ ഒന്ന് പെയിൻറ്റ് അടിച്ച് നോക്കാൻ പോകുന്നത്, ടെസ്റ്റ് അടിച്ച് നോക്കുവാണ്. അപ്പോൾ എന്തായാലും ഇത് റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. അതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഓർത്തത്. വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണാൻ ബെല്ലൈക്കണമെന്ന് ഞാൻ വിളിച്ചേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് നോക്കി ഇത് ആദ്യം. അപ്പോൾ നമുക്ക് ഈ ഇത് കണ്ടോ, ഇതൊക്കെ ഒന്ന് നൈസായിട്ട് പേപ്പർ പിടിച്ചൊന്ന് തൂത്ത് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കോട്ട് അടിച്ച് നോക്കണം എങ്ങനെയുണ്ട്. 2 എണ്ണം ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. റെഡിയാണെങ്കിൽ തികഞ്ഞില്ലേ കുറച്ച് ഇവിടെ പോയി എന്ത് മേടിക്കണം. അപ്പോൾ എന്തായാലും എങ്ങനെയാണെന്ന് നോക്കട്ടെ, അടിക്കാൻ നേരത്ത് വരാം കേസ് നമ്മളങ്ങനെ ടയർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി വിത്തേലും ഇതാണ് കാലിബർ. വിത്തേലും പെയിൻ്റ് അടിക്കണം. പിന്നെ അത് അലോയി ഒന്ന് തുടച്ചിട്ട് വിത്തേലും കൂടെ ഒന്ന് അടിക്കണം. എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഏതിപ്പോൾ നമ്മൾ അടിച്ചു നോക്കുവാണ്. നമ്മളങ്ങനെ അലോയി അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, ഒരു തിളക്കമൊക്കെ ഉണ്ട്. ഒഴുകാതെ നോക്കിയാൽ മതി. ക്യാമറയിലോട്ട് കയറി വരുന്നുണ്ട്. ഒന്ന് അടിച്ചു തീർത്തിട്ട് വരാം കേസ്. അടിച്ചു വന്നപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനി അടുത്ത ഇനി 3 കൂടെ അടിക്കണം. അതടിക്കും വരാം കേസ്. നമ്മളങ്ങനെ അടുത്ത പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതാണ് പെയിൻറ്റ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഞാൻ ലിങ്കൊന്നും ഇല്ല കേസ്. ഞാൻ ഇവിടുത്തെ കടയിൽ നിന്ന് മേടിച്ചത്. ഇതിൻ്റെ ഈ കമ്പനി നോക്കിയിട്ട് മേടിച്ചാൽ മതി. എന്തായാലും പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റുള്ള വണ്ടിയുടെ ഫുൾ കാണിച്ചു തരാം കേസ്. അങ്ങനെ ലാസ്റ്റത്തെ അലോയി അടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം. എന്തായാലും ബാക്കിയോടെ തീർത്തിട്ട് വരാം കേസ്. അങ്ങനെ ലാസ്റ്റ് അലോയി സെറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. എന്തായാലും എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേസ്. ഇതിപ്പോൾ അലോയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലുക്ക് വന്നത് ഉണ്ടോ, അത്യാവശ്യം ഫിനിഷിങ് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ലുക്ക് നോക്കി കൊള്ളാം. 4 സൈഡും കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ബ്രേക്ക് മറ്റേ കാലിപ്പറിൻ്റെ ഉള്ളിൽ ചെയ്തേക്കണതാണ്. ഫ്ലോറസൻ്റ് പച്ചയാണ് കാലിപ്പറിൻ്റെ ഉള്ളിൽ ചെയ്തേക്കണം. അത്യാവശ്യം ഇപ്പോൾ ഇത് നമുക്ക് ചിലവ് വന്നേക്കണത് 4 സ്പ്രേ പെയിൻറ്റ് അല്ല 3 സ്പ്രേ പെയിൻറ്റ് മേടിച്ച് പിന്നെ ഒരു ടിന്നി മറ്റേ ഫ്ലോറസൻ്റ് വെച്ചട അതും മേടിച്ച് ഇപ്പം കൂടെ ഒരു 800 രൂപ ആ റേഞ്ച് വന്നിട്ടുള്ളൂ. ഇത് ഈ അലോയ് പെയിൻറ്റിങ്ങിനും പിന്നെ കാലിബർ പെയിൻറ്റിങ്ങിനും കൂടെ. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ചെയ്തേക്കണത്. ഇനി ഇതിൻ്റെ മുകളിൽ പോളിഷും കൂടെ ചെയ്യാനൊരു പ്ലാനുണ്ട്. അതും കൂടെ ചെയ്തെന്നാൽ അത്യാവശ്യം കൂടെ ലുക്കാവും. വണ്ടിയുടെ ലുക്ക് ഉണ്ട്. ലുക്ക് മാറി. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു, സിൽവർ കയറിയപ്പോൾ അടിപൊളിയായി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടിയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ പിന്നെ അടുത്ത വീഡിയോ വരും. ഇതിൻ്റെ റിവ്യൂ ചെയ്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.